സ്റ്റോറുകൾ അവർ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമോ അതോ ചിക്കാഗോ വിട്ട് രാജ്യത്തിന്റെ കൂടുതൽ വാഗ്ദാനമുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് ആരംഭിക്കണോ എന്ന് തീരുമാനിക്കാൻ അവർ ഒരു കോൺഫറൻസിൽ പോയി. അവർ ഒരു തീരുമാനത്തിലെത്തി ഒഴികെ എല്ലാം ചിക്കാഗോ വിടണം. അവിടെ താമസിച്ച് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ച വ്യാപാരി തന്റെ കടയുടെ അവശിഷ്ടങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മാന്യരെ, ആ സ്ഥലത്ത് തന്നെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോർ നിർമ്മിക്കും, അത് എത്ര തവണ കത്തിച്ചാലും. 50ലേറെ വർഷം മുമ്പായിരുന്നു അത്. സ്റ്റോർ നിർമ്മിച്ചു. അത് ഇന്ന് അവിടെ നിലകൊള്ളുന്നു. ജ്വലിക്കുന്ന ആഗ്രഹം എന്നറിയപ്പെടുന്ന ആ മാനസികാവസ്ഥയുടെ ശക്തിയുടെ ഉയർന്ന സ്മാരകം. മാർഷൽ ഫീൽഡിന് ചെയ്യാൻ കഴിയുന്ന എളുപ്പമുള്ള കാര്യം അദ്ദേഹത്തിന്റെ സഹവ്യാപാരികൾ ചെയ്തത് തന്നെയായിരുന്നു. യാത്ര ദുഷ്കരവും ഭാവി ദുഷ്കരവുമാണെന്ന് തോന്നിയപ്പോൾ അവർ മുകളിലേക്ക് വലിഞ്ഞു, എളുപ്പമെന്ന് തോന്നുന്നിടത്തേക്ക് പോയി. മാർഷൽ ഫീൽഡും മറ്റ് വ്യാപാരികളും തമ്മിലുള്ള ഈ വ്യത്യാസം നന്നായി അടയാളപ്പെടുത്തുക. കാരണം എഡിസൺ ഓർഗനൈസേഷനിൽ ജോലി ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് യുവാക്കളിൽ നിന്ന് എഡ്വിൻ സി ബാർണസിനെ വ്യത്യസ്തനാക്കുന്നത് ഇതേ വ്യത്യാസമാണ്. വിജയിക്കുന്ന എല്ലാവരെയും പരാജയപ്പെടുന്നവരിൽ നിന്ന് പ്രായോഗികമായി വേർതിരിക്കുന്നത് ഇതേ വ്യത്യാസമാണ്. പണത്തിന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കുന്ന പ്രായത്തിലെത്തിയ ഓരോ മനുഷ്യനും അതിനായി ആഗ്രഹിക്കുന്നു. ആഗ്രഹം സമ്പത്ത് കൊണ്ടുവരില്ല, എന്നാൽ ഒരു ആസക്തിയായി മാറുന്ന ഒരു മാനസികാവസ്ഥയോടെ സമ്പത്ത് ആഗ്രഹിക്കുക. സമ്പത്ത് സമ്പാദിക്കാനുള്ള കൃത്യമായ വഴികളും മാർഗങ്ങളും ആസൂത്രണം ചെയ്യുക. പരാജയം തിരിച്ചറിയാത്ത ആ പദ്ധതികളെ സ്ഥിരോത്സാഹത്തോടെ പിന്തുണയ്ക്കുന്നത് സമ്പത്ത് കൊണ്ടുവരും. ഐശ്വര്യത്തിനായുള്ള ആഗ്രഹം അതിന്റെ സാമ്പത്തിക തുല്യതയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന രീതി 6 കൃത്യമായ പ്രായോഗിക ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത്, ആദ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിന്റെ കൃത്യമായ തുക നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. എനിക്ക് ധാരാളം പണം വേണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. തുക സംബന്ധിച്ച് വ്യക്തത വരുത്തുക. നിശ്ചിതത്വത്തിന് ഒരു മാനസിക കാരണമുണ്ട്. അത് തുടർന്നുള്ള അധ്യായത്തിൽ വിവരിക്കും. രണ്ടാമത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിന് പകരമായി നിങ്ങൾ എന്താണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി നിർണ്ണയിക്കുക. എന്തായാലും ഒന്നുമില്ല എന്നൊരു യാഥാർത്ഥ്യമില്ല. മൂന്നാമത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം കൈവശം വയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു നിശ്ചിത തീയതി സ്ഥാപിക്കുക. നാലാമത്, നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഒരു നിശ്ചിത പദ്ധതി തയ്യാറാക്കുക. നിങ്ങൾ തയ്യാറായാലും ഇല്ലെങ്കിലും ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉടൻ ആരംഭിക്കുക.